നമസ്കാരം. ഞാൻ ഡോക്ടർ പി ലക്ഷ്മി അമ്മാൾ, പട്ടം SUT ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ്. പലപ്പോഴും പലർക്കും ഒരു വേവലാതിയുള്ളത് ഗർഭിണികൾക്ക്, ഈ പ്രസവ വേദന തുടങ്ങിയാൽ നമ്മൾ എങ്ങനെ അറിയും? അതും 8-ാം മാസം 9-ാം മാസമൊക്കെ ആയിക്കഴിയുമ്പോൾ അവർക്ക് ആ ചിന്ത വന്നു തുടങ്ങും. പലപ്പോഴും നമ്മളെ വിളിക്കും, ഡോക്ടറെ എനിക്ക് വയറിൻ്റെ മോൾ ഭാഗത്ത് ഒരു വേദനയുണ്ട്, ഇത് പ്രസവ വേദനയുടെ തുടക്കമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്താണ് പ്രസവ വേദന, അതെങ്ങനെയാണ് വരുന്നതെന്ന്. അപ്പോൾ ഒരു 8 മാസം 9 മാസമൊക്കെ ആയ ഗർഭിണി എങ്ങനെ അറിയും ഈ വരുന്ന വേദനകളൊക്കെ പ്രസവത്തിൻ്റെതാണോ അല്ലയോ എന്നുള്ളത്? കാര്യം ഗർഭസമയത്ത് വയറുവേദന അല്ലെങ്കിൽ നടുവേദന എന്ന് പറയുന്നത് ഒരു സാധാരണയായിട്ട് തന്നെ ആൾക്കാർക്ക് ഫീൽ ചെയ്യാവുന്ന കാര്യമാണ്. ഗർഭിണികൾക്ക് അത് അങ്ങനെ അനുഭവപ്പെടാറുണ്ട്. അത് പലപ്പോഴും വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കൊണ്ടായിരിക്കും. ചിലപ്പോൾ ഒരു ഗ്യാസ് കൂടി നിന്നിട്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും കഴിച്ചതിൻ്റെ ഭാഗമായിട്ട് വയറ്റിൽ ഗ്യാസ് നിറയുന്നതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലപോലെ മലം പോയില്ല. അപ്പോൾ മലം പോകാത്തപ്പോൾ ആ ഗർഭപാത്രത്തിന് വരുന്ന ഒരു ബുദ്ധിമുട്ടും പിന്നെ കുടലിൽ വരുന്ന ഗ്യാസ് നിറയലും ഒക്കെ കൊണ്ടായിരിക്കാം. അപ്പോൾ അതും പ്രസവവേദനയും തമ്മിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയും? പ്രസവവേദന എന്ന് പറയുന്നത് നമുക്ക് വയറിൻ്റെ മുകൾ ഭാഗത്തുനിന്ന് താഴേക്കാണ് വരുന്നത്. ഇതേ സമയം തന്നെ നമുക്ക് നല്ല നടുവേദനയും വരും. മുകളിലല്ല, താഴത്തെ ഭാഗത്ത്, അതായത് നമ്മുടെ പൃഷ്ഠഭാഗത്തിന് ഒരിത്തിരി മുകളിലായിട്ട് നമുക്ക് നല്ല നടുവേദനയും വരും. പിന്നെ ഈ വയറുവേദന ഞാൻ പറഞ്ഞല്ലോ, മുകളിൽ തുടങ്ങി താഴേക്ക് വരുന്ന പോലെയും അത് കാലിലേക്ക് പോകുന്നത് പോലെയും തോന്നും. നമുക്ക് മാസക്കുളി സമയത്ത് നല്ല വേദന വരുന്നവർ പറയും, ആ മാസക്കുളി സമയത്ത് വരുന്ന വേദന പോലത്തെ ഒരു വേദനയാണ് ഡോക്ടറെ ഇപ്പോൾ വരുന്നതെന്ന് പറയും. പിന്നെ രണ്ടാമത് എന്താണ് നോക്കേണ്ടത്? രണ്ടാമത് ആ വേദന വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 10 മണിക്ക് ഒരു 10 സെക്കൻഡ് വേദന വന്നു, അതൊരു 11 മണിയാകുമ്പോഴത്തേക്കും അത് 10 സെക്കൻഡ് എന്നുള്ളത് 15 സെക്കൻഡ് 20 സെക്കൻഡ് അങ്ങനെ കൂടും. അപ്പോൾ വേദനയുടെ കാഠിന്യം കൂടുകയും, അത് നേരത്തെ അരമണിക്കൂർ ഇടവിട്ടാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ മുമ്പോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് അത് 15 മിനിറ്റിൽ വരും. ആ വേദനകൾ തമ്മിലുള്ള ദൈർഘ്യം കുറയുകയും ചെയ്യും. അപ്പോൾ വേദനയുടെ കാഠിന്യം കൂടും, അത് കൂടുതൽ സമയം കൂടുതൽ പ്രാവശ്യം വരാനും തുടങ്ങും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചിലപ്പോൾ ഇതിന് കൂട്ടത്തിലോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പെയോ നമുക്ക് യോനി ഭാഗത്തുനിന്ന് വരുന്ന ആ സ്രവത്തിൻ്റെ ഡിസ്ചാർജിൻ്റെ ആ ഒരു നേച്ചർ മാറും. നേരത്തെയൊക്കെ ഇത്തിരി വെള്ളപോക്കൊക്കെ ആയിരിക്കും, പക്ഷേ ഇപ്പോൾ അവരെപ്പോൾ ബാത്റൂമിൽ പോയാലും ഒരു കൊഴുകൊഴാന്ന് ഒരു വെള്ളയും ചിലപ്പോൾ ഇത്തിരി രക്തവും കലർന്ന് ഒരു പിങ്ക് നിറത്തിൽ അല്ലെങ്കിൽ ഇത്തിരി രക്തം കലർന്നുള്ള സ്രാവവും വരും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മുടെ സെർവിക്സ്, ഗർഭപാത്രത്തിൻ്റെ മുഖത്തും വ്യത്യാസം വരുന്നു എന്നാണ്. പക്ഷേ വേദനയൊന്നും ഇല്ലാതെ തന്നെ ചിലർക്ക് വെള്ളം പൊട്ടിപ്പോവും. വെള്ളം പൊട്ടിപ്പോവുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ബെഡൊക്കെ നനഞ്ഞ പോലെ, അല്ലെങ്കിൽ നമ്മുടെ അടിവസ്ത്രം നനഞ്ഞ പോലെ, അല്ലെങ്കിൽ എണീറ്റ് നടക്കുമ്പോൾ തറയിലൊക്കെ വെള്ളം വീണ പോലെ തോന്നും. പക്ഷേ ചിലർക്കാണെങ്കിൽ തലയൊക്കെ നല്ലപോലെ ഉറച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഇത്തിരി വെള്ളമേ വരികയുള്ളൂ. അപ്പോൾ അവർ വിചാരിക്കും ഇത് വെള്ളപ്പോക്കാണെന്ന്. അങ്ങനെ വെള്ളം പൊട്ടിയത് അറിയാതെ 24 മണിക്കൂർ വീട്ടിലിരുന്ന ഗർഭിണികളുടെ ചരിത്രം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ, വിട്ട് വയറുവേദന, കൂട്ടത്തിൽ നടുവേദന, മൂക്കള പോലത്തെ ഡിസ്ചാർജ്, വെള്ളം പോലത്തെ മൂത്രം പോലത്തെ സ്രാവം, ഇത് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രസവവേദനയുടെ തുടക്കമാണെന്ന്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തേണ്ടതാണ്. നന്ദി, നമസ്കാരം.